വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫയൽസ്. കേരളം മുഴുവൻ വലിയ വിവാദമായ വാർത്തയായിരുന്നു അല്ലേ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി. സ്വന്തം പിതാവിനെ മക്കൾ വീട്ടിനു മുന്നിൽ സമാധിയിരുത്തിയെന്ന വാർത്ത വലിയ ദുരൂഹതയോടെയായിരുന്നു ജനങ്ങൾ കണ്ടത്. പിന്നാലെ വലിയ വിവാദവും ഉടലെടുത്തു. ഒടുവിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പരാതിയിലാണ് മാൻ മിസ്സിങ്ങിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴിതാ ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടിൽ സ്വാഭാവിക മരണത്തിൻ്റെ സാധ്യതകൾ തന്നെയാണ് ഉള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ മൂക്ക്, തല, മുഖം, നെറ്റി എന്നിവിടങ്ങളിലൊക്കെ ചതവുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും മരണകാരണമല്ല എന്ന് കൂടെ പറയുന്നു. ചതവുകൾ മൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ കൂടുതൽ വ്യക്തത വരുത്താനായി ആന്തരിക പരിശോധനാ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇയാൾക്ക് ശരിക്കും നിരവധി അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പറയുന്നത്. കരൾ, വൃക്ക സംബന്ധമായ ഗുരുതര രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഹൃദയധമനികളിൽ 75% അടഞ്ഞ നിലയിലായിരുന്നു. ലിവർ സിറോസിസും വൃക്കയിൽ സിസ്റ്റും കാലിൽ ഗുരുതര അൾസറും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ ഇയാളുടെ ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞതായിട്ടുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതോടെ സംശയവും വർദ്ധിപ്പിക്കുകയായിരുന്നു. എന്നാൽ മക്കൾ സമാധി സ്ഥലത്ത് ഇരുത്തിയപ്പോൾ ഉള്ളിലായതെന്നായിരുന്നു സംശയങ്ങൾ. തലയിൽ കരിവാളിച്ച പാടുകൾ കണ്ടെത്തിയതായും വാർത്തകൾ വന്നു. അത് ഡോക്ടർമാർ അറിയിച്ചിരുന്നതാണ്. ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ 3 തരങ്ങളിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതിലുള്ള പ്രാഥമിക പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഷം ഉള്ളിൽ ചെന്നാണോ മരണമെന്നും പരിക്കേറ്റാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇതിൽ ഇനി കൂടുതൽ പരിശോധനകളിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തെത്തുകയുള്ളൂ. കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു. ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു. ഏതാനും മാസങ്ങളായി ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഇയാള് പുറത്തിറങ്ങാനാവാത്ത ഒരു വയ്യാത്ത കിടപ്പിലായ ഒരു അവസ്ഥയിലായിരുന്നു. സമാധിയാകുന്നതിന് 3 ദിവസം മുമ്പ് വരെ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോയിരുന്നു. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്നാണ് മക്കൾ മാധ്യമങ്ങളോടൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. ഈ സമാധിയിലൂടെ വിവാദമായ ഗോപൻ സ്വാമി തന്റെ ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയെയാണ്. പിന്നീട് ചുമട്ടുതൊഴിലാളിയായി. പിന്നീട് എപ്പോഴോ ആത്മീയതയുടെ വഴിയിലോട്ട് സഞ്ചരിച്ചതോടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങി. ഗോപൻ സ്വാമി സമാധി ഇരിക്കാനായി 5 വർഷം മുമ്പ് പത്മപീഠം നിർമ്മിച്ചു. ഗോപൻ സ്വാമി ആകുന്നതിന് മുമ്പ് മണിയൻ എന്നായിരുന്നു പേര്. എന്തു തന്നെയായാലും കേരളക്കരയാകെ ചർച്ച ചെയ്തൊരു സംഭവം തന്നെയായിരുന്നു അല്ലേ ഇത്. ഒരു കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി പുറത്തു വന്നാൽ മാത്രമേ സാധിക്കൂ. ഇപ്പോൾ നിൽക്കുന്ന ദുരൂഹതയൊക്കെ അതോടെ മാറുമെന്ന് കരുതാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സംഭവത്തെക്കുറിച്ച്? ഗോപൻ സ്വാമി സമാധി ആയതാണോ അതോ സമാധിയാക്കിയതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.